Okay, good morning. Today we are going to discuss about next three types of redox titration, and that is iodometry, iodometry and iodotometry. Okay, നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്കി ത്രീ ടൈപ്സ് ഓഫ് റിഡോക്സ് ടൈട്രേഷൻസ് ആണ്. സോ ഐഡിമെട്രി, ഐഡോമെട്രി ആൻഡ് ഐഡാറ്റോമെട്രി. ഓക്കെ, എല്ലാതും നമുക്ക് കോമൺ ആയിട്ട് മനസ്സിലാക്കാവുന്നൊരു കാര്യമാണ്. അയഡിൻ ഇൻവോൾവ് ചെയ്യുന്ന ടൈട്രേഷൻസ് ആണ് ഈ ത്രീ ടൈപ്സും. ഐഡിയമെട്രിയും ഐഡോമെട്രിയും ഐഡാറ്റോമെട്രിയിലും ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അയഡിൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അയഡിൻ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് വൺ ഐഡിയമെട്രിയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഐഡിയമെട്രിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈറ്റൻ എന്ന് പറഞ്ഞാൽ അയഡിൻ സൊല്യൂഷനാണ്. ഓക്കെ, സോ അയഡിൻ സൊല്യൂഷനാണ് നമ്മുടെ ടൈറ്റൻ സൊല്യൂഷൻ. ടൈറ്റൻ സൊല്യൂഷൻ അനുസരിച്ചിട്ടാണ് ഈ മൂന്ന് ടൈട്രേഷനും ഡിഫറൻസ് ഉള്ളത്. മിക്കവാറും ഇതിൻ്റെ കമ്പാരിസനാണ് ചോദിക്കാറുള്ളത്, അതുകൊണ്ട് കമ്പയർ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഐഡിയമെട്രിയുടെ കേസ് പറയുകയാണെങ്കിൽ ടൈറ്റൻ സൊല്യൂഷൻ അയഡിൻ സൊല്യൂഷനാണ്. ആൻഡ് അയഡിൻ്റെ പ്രൈമറി സ്റ്റാൻഡേർഡ് ആർസനിക് ട്രയോക്സൈഡ് അല്ലെങ്കിൽ സോഡിയം തയോസൾഫേറ്റ് ആണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ നമ്മൾ പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് ഐഡിമെട്രിയാണ്. പ്രിൻസിപ്പിൾ ഓഫ് ഐഡിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് സാമ്പിൾ നമ്മുടെ അയഡിനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, determination of sample which involve direct addition of standard iodine solution. Okay, and iodine is a mild oxidizing agent. That is, ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സെൽഫ് അത് റെഡ്യൂസ് ചെയ്യുന്നു, കൂടെയുള്ള കോമ്പൗണ്ടിനെ ഓക്സിഡൈസ് ചെയ്യുകയും ചെയ്യുന്നു. സോ അയഡിൻ ക്യാൻ ആക്സെപ്റ്റ് 2 ഇലക്ട്രോൺ ഫ്രം ദ റെഡ്യൂസിങ് ഏജൻറ്റ് ആൻഡ് വിൽ ഫോം അയഡിൻ അയോൺ. അയഡിൻ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയതുകൊണ്ട് തന്നെ റിഡക്ഷനാണ് നടക്കുന്നത്. സോ അതിനകത്തുനിന്ന് 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അയഡിൻ എന്നുള്ളത് അയഡിൻ അയോൺ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഓക്കെ, ആൻഡ് നമ്മൾ പറയുന്ന വേറൊരു കാര്യം, എല്ലാ ഐഡിയമെട്രിക് ടൈട്രേഷൻസിലും പൊട്ടാഷ്യം അയഡൈഡ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അയഡിൻ പൊട്ടാഷ്യം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ട്രൈ അയഡൈഡ് അയോൺ റിലീസ് ചെയ്യുന്നു. ഈ ട്രൈ അയഡൈഡ് അയോൺ പിന്നീട് നമ്മുടെ എന്ത് ചെയ്യുന്നു, റിയാക്ടിങ് സ്പീഷീസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് അയഡിൻ സൊല്യൂഷൻ നമുക്ക് ഇറ്റ്സെൽഫ് ഒരു സെൽഫ് ഇൻഡിക്കേറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. അത് കളർ ചേഞ്ച് തരും. അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ ഇൻഡിക്കേറ്റർ ആയിട്ട് സ്റ്റാർച്ച് യൂസ് ചെയ്യാം. ലിബറേറ്റ് ചെയ്ത അയഡിൻ സ്റ്റാർച്ചുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതാണ് എൻഡ് പോയിന്റ്. ഓക്കെ, ഇനി എങ്ങനെ ടൈറ്റൻഡ് ആയ അയഡിൻ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. 14 grams ഓഫ് അയഡിനിൽ 36 grams ഓഫ് പൊട്ടാഷ്യം അയഡൈഡ് പിന്നെ 3 drops ഓഫ് HCl സൊല്യൂഷനും ആഡ് ചെയ്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അയഡിൻ്റെ പ്രിപ്പറേഷൻ 1000 ml ആണ്, 100 ml അല്ല. ഓക്കെ, ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് അയഡിൻ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സോഡിയം തയോസൾഫേറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൈമറി സ്റ്റാൻഡേർഡ്. അപ്പോൾ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ സ്റ്റാൻഡർഡൈസേഷനിൽ അയഡിൻ ടൈട്രേറ്റ് ആയിട്ടും ആൻഡ് സോഡിയം തയോസൾഫേറ്റ് ടൈട്രൻ്റ് ആയിട്ടുമാണ് നമ്മൾ എടുക്കുന്നത്, സ്റ്റാൻഡർഡൈസേഷനിൽ മാത്രം. ഓക്കെ, അതിനായിട്ട് 25 ml ഓഫ് അയഡിൻ സൊല്യൂഷനിൽ നമ്മൾ ഇൻഡിക്കേറ്ററായി സ്റ്റാർച്ച് ആഡ് ചെയ്യുന്നു, പിന്നെ ടൈട്രേറ്റ് ചെയ്യുന്നു. സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്ത് ടൈട്രേറ്റ് ചെയ്യുന്നു. ഒരു ബ്ലൂ കളറിൽ നിന്ന് കളർലെസ് ആയിട്ടത് മാറും. ഓക്കെ, അതാണ് ഐഡിമെട്രിയുടെ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അപ്ലിക്കേഷൻസ് ഓഫ് ഐഡിമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ടൈട്രേഷനും ബാക്ക് ഓർ ഇൻഡയറക്റ്റ് ടൈട്രേഷനും നമ്മൾ ഐഡിമെട്രി യൂസ് ചെയ്യുന്നുണ്ട്. സോ ഐഡിമെട്രി 2 ടൈപ്പാണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. ഓക്കെ, ഡയറക്റ്റ് ടൈട്രേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെ കോമ്പൗണ്ട്സിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൾഫർ ഡയോക്സൈഡ്, സോഡിയം തയോസൾഫേറ്റ്, അസ്കോബിക് ആസിഡ്, അനാൽജിൻ. ഓക്കെ, ആൻഡ് ഇൻഡയറക്റ്റ് ടൈട്രേഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡിയം മെറ്റാബൈസൾഫേറ്റ് ആൻഡ് ഡൈമർ ക്യാപ്രോൾ, ഈ 2 കോമ്പൗണ്ട്സിനുമാണ് ഇൻഡയറക്റ്റ് ഐഡിമെട്രി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. അസേ ഓഫ് അസ്കോബിക് ആസിഡ് ആണ് ഒരു എക്സാമ്പിൾ. ഐഡിമെട്രിയുടെ ഒരു അപ്ലിക്കേഷൻ അല്ലെങ്കിൽ എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസേ ഓഫ് അസ്കോബിക് ആസിഡ് ആണ്. സോ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയഡിൻ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. സോ അത് അസ്കോബിക് ആസിഡിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് ഡീഹൈഡ്രോസ്കോബിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു H2SO4ൻ്റെ പ്രസൻസിൽ. ഇവിടെ നിങ്ങൾ അസ്കോബിക് ആസിഡ് ഡീഹൈഡ്രോസ്കോബിക് ആസിഡായിട്ട് മാറുന്ന ഒരു റിയാക്ഷൻ കാണാം. ആൻഡ് പ്രൊസീജിയർ പറയുകയാണെങ്കിൽ 2 സ്റ്റെപ്പാണുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് അയഡിൻ സൊല്യൂഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് the assay of ascorbic acid. So weigh accurately about 0.1 grams of ascorbic acid and add 100 ml of freshly boiled and cooled water
Then 25 ml of 1 normal H2SO4 titrate against iodine solution using starch as indicator. Endpoint is the appearance of blue color. Okay, ഇത്രയാണ് നമ്മൾ അയോഡിയോമെട്രിയെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ആൻഡ് അപ്പോൾ ഫസ്റ്റ് അയഡിൻ ടൈട്രേഷൻ കഴിഞ്ഞു. അയോഡിയോമെട്രി ഡയറക്റ്റ് ആയിട്ട് അയഡിൻ ഇൻവോൾവ് ചെയ്യുന്ന ആണ് അയോഡിയോമെട്രിക് ടൈട്രേഷൻസ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അയോഡോമെട്രിക് ടൈട്രേഷൻസ് ആണ്. സോ അയോഡോമെട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ടൈറ്ററുണ്ട് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷനാണ്. ആൻഡ് സ്റ്റാൻഡേർഡ് പ്രൈമറി സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ് ഉണ്ട് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷന്. സോ പ്രൈമറി സ്റ്റാൻഡേർഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടാഷ്യം ബ്രോമേറ്റ്, പൊട്ടാഷ്യം അയഡേറ്റ്, പൊട്ടാഷ്യം ഡൈക്രോമേറ്റ് സൊല്യൂഷൻസ് ആണ്. ആൻഡ് അയഡിൻ സൊല്യൂഷനും സെറിക് അമോണിയം സൾഫേറ്റും ആണ് എന്ത് അയോഡോമെട്രിയുടെ സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ്റെ സെക്കൻഡറി സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ പ്രിൻസിപ്പിൾ ഓഫ് അയോഡോമെട്രി. ഓക്കെ, അയോഡോമെട്രിയിൽ in iodometry an equivalent amount of iodine is produced when the sample oxidizes potassium iodine in presence of മിനറൽ ആസിഡ്. ഇവിടെ അയഡിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് സാമ്പിൾ പൊട്ടാഷ്യം അയഡൈഡ് സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊട്ടാഷ്യം അയഡൈഡുമായിട്ട് മിനറൽ ആസിഡിൻ്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യപ്പെടുമ്പോൾ ആണ് അവിടെ അയഡിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ലിബറേറ്റഡ് അയഡിൻ സൊല്യൂഷൻ നമുക്ക് സോഡിയം തയോസൾഫേറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ടൈട്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത അയഡിനെ നമ്മൾ സോഡിയം തയോസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ സാമ്പിളും പൊട്ടാഷ്യം അയഡൈഡും റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന അയഡിനെ സോഡിയം തയോസൾഫേറ്റ് വെച്ച് ടൈട്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. അതാണ് അയോഡോമെട്രിയുടെ പ്രിൻസിപ്പിൾ. ഓക്കെ, ആൻഡ് പൊട്ടാഷ്യം അയഡൈഡ് ഒരു മിനറൽ ആസിഡിൻ്റെ പ്രസൻസിൽ ഹൈഡ്രജൻ അയഡൈഡായിട്ട് മാറുന്നു. സോ ഈ ഹൈഡ്രജൻ അയഡൈഡ് സാമ്പിളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അയഡിൻ ലിബറേറ്റ് ചെയ്യുന്നു. ഈ ലിബറേറ്റ് ചെയ്ത അയഡിൻ നമ്മുടെ ടൈട്രൻ്റ് ആയിട്ടുള്ള സോഡിയം തയോസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. സോ സ്റ്റാർച്ചാണ് ഇൻഡിക്കേറ്റർ. അപ്പോൾ എൻഡ് പോയിന്റിൽ ബ്ലൂ കളർ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ടൈട്രൻ സൊല്യൂഷൻ ഓർ സോഡിയം തയോസൾഫേറ്റ്. For that, weigh accurately about 25 grams of sodium thiosulfate, then add 0.2 grams of sodium carbonate, then make up to 1000 ml with water. Okay. And here is standardization procedure. 0.493 grams of potassium dichromate weighed and add 100 ml of standard and add 0.493 grams of potassium dichromate solution വെയിറ്റ് ചെയ്യുക. അതിനെ നമ്മൾ ഒരു 100 ml സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് ആ 100 ml ആക്കിയിട്ട് 100 ml മേക്കപ്പ് ചെയ്യുക. എന്ത് വെച്ചിട്ട്, വാട്ടർ വെച്ച് മേക്കപ്പ് ചെയ്യുക. ആ സൊല്യൂഷന് 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്യുക. ദെൻ ആഡ് 5 grams of potassium iodide solution dissolved in 10 ml water, kept in dark, titrate against sodium thiosulfate until yellow color vanished, and add starch as indicator. So എൻഡ് പോയിന്റിൽ ആ ഒരു ബ്ലൂ കളർ ഡിസപ്പിയർ ചെയ്യും. ഓക്കെ, അതാണ് അയോഡോമെട്രിയിലെ ടൈറ്റൻഡായ സോഡിയം തയോസൾഫേറ്റിൻ്റെ സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ. ആൻഡ് നെക്സ്റ്റ് ദ അപ്ലിക്കേഷൻസ് ഓഫ് അയോഡോമെട്രി വിച്ച് ഈസ് മെയിൻലി യൂസ്ഡ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് കോപ്പർ സൾഫേറ്റ്, ബ്ലീച്ചിങ് പൗഡർ, ഹൈഡ്രജൻ പെറോക്സൈഡ്, ഫീനോൾ, ക്ലോറമീൻ, ക്ലോറേറ്റ്, ഫെറിക് സൾഫേറ്റ്, ഫെറിക് സിട്രേറ്റ് ആൻഡ് പെൻസിലിൻ. ഇത്രയും കോമ്പൗണ്ട്സിൻ്റെ എസ്റ്റിമേഷൻ നമുക്ക് അയോഡോമെട്രി യൂസ് ചെയ്യാം. അതാണ് ആപ്ലിക്കേഷൻ. നമ്മൾ ഇനി ഒരു എക്സാമ്പിൾ പറയുവാണ് ആപ്ലിക്കേഷനകത്ത്. അസേ ഓഫ് കോപ്പർ സൾഫേറ്റ് പ്രിൻസിപ്പിൾ. കോപ്പർ സൾഫേറ്റ് റിയാക്ട് വിത്ത് പൊട്ടാഷ്യം അയഡൈഡ് ടു ഫോം കുപ്രിക് അയഡൈഡ് ആൻഡ് വിച്ച് ഇസ് എൻ അൺസ്റ്റേബിൾ കോമ്പൗണ്ട് and will decomposes to cuprous iodide, will liberate H2 and this will liberate I2. This liberated I2 react with sodium thiosulfate. അതായത് കോപ്പർ സൾഫേറ്റ് പൊട്ടാഷ്യം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കുപ്രിക് അയഡൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ ഈ കുപ്രിക് അയഡൈഡ്സ് കോമ്പൗണ്ട്, ആ ഒരു കോമ്പൗണ്ട് അൺസ്റ്റേബിൾ കോമ്പൗണ്ടാണ്. സോ അത് സ്വയം ഡീകമ്പോസ് ചെയ്തിട്ട് കുപ്രസ് അയഡൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കൂടെ അയഡിൻ അയോൺസ്, അയഡിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യുന്നു. സോ ഈ അയഡിൻ എന്ത് ചെയ്യുന്നു, ആ ലിബറേറ്റ് ചെയ്ത അയഡിൻ നമുക്ക് സോഡിയം തയോസൾഫേറ്റ് സൊല്യൂഷൻ വെച്ചിട്ട് ടൈട്രേറ്റ് ചെയ്തിട്ട് എൻഡ് പോയിൻറ്റ് ഡിറ്റക്റ്റ് ചെയ്യാം. ആൻഡ് ഹിയർ ഈസ് എ റിയാക്ഷൻ. അതായത് കോപ്പർ സൾഫേറ്റ് പൊട്ടാഷ്യം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് കുപ്രിക് അയഡൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. കുപ്രിക് അയഡൈഡ് ഡീകമ്പോസ് ചെയ്തിട്ട് കുപ്രസ് അയഡൈഡ് ആകുന്നു. കൂടെ I2 ലിബറേറ്റ് ചെയ്യുന്നു. I2 സോഡിയം തയോസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. കൂടെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അമോണിയം തയോസൈനേറ്റ് ആണ്. ഓക്കെ, ഇൻഡിക്കേറ്ററായിട്ട്
യൂസ് ചെയ്യുന്നത്. അതൊരു എൻഡ് പോയിൻ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് സോഡിയം തയോസൾഫേറ്റ് ആണ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് അസേ ഓഫ് കോപ്പർ സൾഫേറ്റ്. ആൻഡ് here is a procedure: weigh accurately about 6.3 grams of copper sulfate, add 50 ml of acetic acid, then make up to 250 ml. Pipette out 20 ml of solution into an 250 ml flask, iodine flask. Then add 1 gram of potassium iodide. Titrate against 0.1 normal sodium thiosulfate until brown color becomes faint, and then add 2 ml of starch solution. Add 2 grams of ammonium thiocyanate, which act as an indicator, and blue color becomes more intense. Continue until blue color disappears. Okay, ഇതാണ് കോപ്പർ സൾഫേറ്റിൻ്റെ അസേ. ഓക്കെ, അത് അയോഡോമെട്രിയുടെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുന്നതാണ്. ആൻഡ് ദ തേർഡ് ടൈപ്പ് ഓഫ് അയഡിൻ ടൈട്രേഷൻ ഓർ അയഡിൻ ടൈട്രേഷൻ ഈസ് അയഡാറ്റോമെട്രി. അയഡാറ്റോമെട്രി എന്ന് പറയാം. അയഡാറ്റോമെട്രി ഓർ ടൈട്രേഷൻ വിത്ത് പൊട്ടാഷ്യം അയഡേറ്റ് സൊല്യൂഷൻ. പൊട്ടാഷ്യം അയഡേറ്റ് KiO3 ആണ് ഇവിടുത്തെ ടൈട്രൻ്റ്. ആൻഡ് പ്രൈമറി സ്റ്റാൻഡേർഡ് is sodium thiosulfate or potassium iodide. And here is a principle: potassium iodide is a powerful oxidizing agent. Potassium iodide, which is a powerful oxidizing agent, so itself it get reduced. Okay, and iodide is reduced to iodine when react with the reducing agents like iodine ions or arsenic trioxide in acidic medium. അതായത് ആർസനിക് ട്രയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ പൊട്ടാഷ്യം അയഡേറ്റ് എന്ത് ലിബറേറ്റ് ചെയ്യും? അയഡിൻ ലിബറേറ്റ് ചെയ്യും. ഓക്കെ, ആ ലിബറേറ്റ് ചെയ്ത അയഡിൻ പിന്നീട് റിയാക്ട് ചെയ്യുന്നു, സോഡിയം തയോസൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവിടുത്തെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ഇതിൽ എൻഡ് പോയിൻറ്റ് ഡിറ്റക്ഷന് 2 മെത്തേഡാണ് ഉള്ളത്. ഒന്നെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യാം. നാഫ്തലിൻ ബ്ലാക്കോ അതുപോലുള്ള കോമ്പൗണ്ട്സ് നമുക്ക് ഇൻഡിക്കേറ്ററായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ആൻഡ്രൂസ് ടൈട്രേഷനാണ് എൻഡ് പോയിൻറ്റ് ഡിറ്റക്ഷന് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ്രൂസ് ടൈട്രേഷനിൽ റിയാക്ടിങ് സ്പീഷീസ് ഓർ റിയേജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ CHCl3 CCl4 ആണ്. ക്ലോറോഫോമും കാർബൺ ടെട്രാക്ലോറൈഡും ആണ് ഇവിടുത്തെ റിയാക്ടിങ് സ്പീഷീസ്. ആൻഡ് പൊട്ടാഷ്യം അയഡൈഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത് പ്രൊസീജിയേഴ്സ് നോക്കാം. 3.6 ഗ്രാംസ് നമ്മൾ 1000 ml മേക്കപ്പ് ചെയ്തിട്ടാണ് പൊട്ടാഷ്യം അയഡൈഡ് സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ആൻഡ് ഹിയർ ഇസ് സ്റ്റാൻഡർഡൈസേഷൻ പ്രൊസീജിയർ. നമ്മൾ അയോഡോമെട്രിയിൽ പറഞ്ഞ പോലെ ഇവിടെ ഒരു റിവേഴ്സ് ടൈപ്പാണ് നമ്മൾ ചെയ്യുന്നത്. പൊട്ടാഷ്യം അയഡേറ്റ് ടൈട്രൻ്റ് ആയിട്ടും ടൈട്രേറ്റ് ആയിട്ടും നമ്മൾ സോഡിയം തയോസൾഫേറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് അയഡാറ്റോമെട്രിയുടെ വേരിയസ് ആപ്ലിക്കേഷൻസ് നോക്കാം. വിച്ച് ഈസ് മെയിൻലി യൂസ് ഫോർ ദ എസ്റ്റിമേഷൻ ഓഫ് പൊട്ടാഷ്യം അയഡൈഡ്, aqueous iodine solution, weak iodine solution, determination of mercury, iodine tincture, hydrogen hydrochloride injection. ഇത്രയാണ് ആപ്ലിക്കേഷൻസ്. ആൻഡ് നമ്മൾ ഒരു എക്സാമ്പിൾ പറയാം, ആപ്ലിക്കേഷൻ എക്സാമ്പിൾ പറയാം. അസേ ഓഫ് പൊട്ടാഷ്യം അയഡൈഡ് സൊല്യൂഷൻ. And here is the principle: titrant is potassium iodide solution. Indicator is CHCl3/CCl4. Andrews titration ആണ് എൻഡ് പോയിന്റിൽ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ആൻഡ് എൻഡ് പോയിന്റ് ഈസ് ദ അപ്പിയറൻസ് ഓഫ് pale yellow color. Okay, and here is the procedure: a known weight of potassium iodide is dissolved in a known volume of water, and this is titrated against standard solution of potassium iodide and in slightly acidic solution. And this potassium iodate H plus നമ്മുടെ iodate KiO3 മൈനസ് മണ്ണിൽ നമ്മൾ KiO3ക്ക് പകരം യൂസ് ചെയ്യുന്നതാണ്. സോ KiO3യിലെ IO3 ആ അയഡേറ്റ് അയോൺ നമ്മുടെ ആസിഡിൻ്റെ പ്രസൻസിൽ ആക്ട് ചെയ്യുകയാണ്. അതായത് ആ കൂടെ നമ്മൾ ഇലക്ട്രോൺസ് ആഡ് ചെയ്തിട്ട് അവിടെ അയഡിൻ ലിബറേറ്റ് ചെയ്യുന്നു. ആ ലിബറേറ്റ് ചെയ്ത അയഡിൻ Cl മൈനസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയഡിൻ CCl4ഉം അതുപോലെ തന്നെ നമ്മുടെ CHCl3 റിയാക്ട് ചെയ്തിട്ട് അവിടെ Cl പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. സോ ആ Cl മൈനസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അയഡിൻ മോണോക്ലോറൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ അയഡിൻ മോണോക്ലോറൈഡ് പിന്നെ റിയാക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പൊട്ടാഷ്യം അയഡൈഡും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാഷ്യം അയഡേറ്റും HClൻ്റെ പ്രസൻസിൽ എന്തുണ്ടാകുന്നു? KClഉം അതുപോലെ വാട്ടറും അയഡിനും IClഉം അയഡിൻ മോണോക്ലോറൈഡും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ICl മൈനസ് ആണ് നമുക്ക് എൻഡ് പോയിന്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ,
And here is the procedure. Accurately weigh 0.5 grams of potassium iodine and dissolve in 50 ml of water. Add 50 ml of concentrated HCl and 5 ml of chloroform. Then titrate with 0.05 molar KiO3 until purple color is disappeared from chloroform layer and allow to stand for 5 minutes. If any color change produced in chloroform layer, continue to get pale yellow or colorless. ഓക്കെ, ഒരു ക്ലോറോഫോം ലെയർ നമ്മൾ CCl4ഉം CHCl3 യൂസ് ചെയ്യുന്നില്ലേ? സോ അതിൽ നമ്മൾ ആ ഒരു ലെയർ, അതിലെ ക്ലോറോഫോമിൻ്റെ ലെയറുണ്ട്, ആ ലെയറിലുള്ള കളർ ചേഞ്ച് ആണ് നോക്കുന്നത്. ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഞാൻ അയൺ മോണോക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റെപ്പ് പറഞ്ഞിരുന്നു. സോ അതിങ്ങനെ ശരിക്കും ഇങ്ങനെയാണ്. പൊട്ടാഷ്യം അയഡൈഡും HCl-ഉം റിയാക്ട് ചെയ്യുമ്പോഴാണ് അയൺ മോണോക്ലോറൈഡ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയായിട്ട് മാറ്റുക കേട്ടോ. ഇത്രയാണ് എന്ത് അയഡിൻ ടൈട്രേഷൻ, അയഡിയോമെട്രി, അയഡോമെട്രി ആൻഡ് അയഡാറ്റോമെട്രി. എപ്പോഴും കമ്പാരിസൺ ആണ് മിക്കവാറും ചോദിക്കാറ്. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 10 മാർക്കിന് കമ്പാരിസൺ ആണ് ചോദിക്കാറ്. സോ പഠിക്കാം, കമ്പയർ ചെയ്തിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. താങ്ക് യു.